ഉണ്ടായിരുന്നു. മാഷാ അല്ലാ, അടുത്ത കാലത്ത് OICC സെൻട്രൽ കമ്മിറ്റി നടത്തിയ ഏറ്റവും നല്ല ഇഫ്താർ. ജനബാഹുല്യം കൊണ്ടും അച്ചടക്കവും കൃത്യനിഷ്ഠയും എല്ലാവരും നല്ല രീതിയിൽ ഫുത്തൂറും നോയമ്പും തുറന്ന് അത്താഴവും കഴിച്ച് എല്ലാവരും. ഇപ്പൊ നമ്മുടെ ഈ നാട്ടിലെ ഇലക്ഷൻ വരാൻ പോവുകയാണ് അല്ലേ, ഒരു പാർലമെന്റ് ഇലക്ഷൻ. ഇപ്പോഴത്തെ ഭരണത്തെ എങ്ങനെയാണ് മജീദ് നോക്കിക്കാണുന്നത്? പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം 20-20 നമുക്ക് കിട്ടുമെന്നുള്ളതാണ് 100% ഉറപ്പ്. മറ്റുള്ള സ്റ്റേറ്റുകളിലും നല്ല ഇതിലാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രകടനം വെച്ച് കാണുമ്പോൾ അത് നല്ല രീതിയിൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്നുള്ള ഒരു വിശ്വാസം തന്നെ. തീർച്ചയായിട്ടും 100% കോൺഗ്രസ് തിരിച്ചു വരണം. അതാണ് നമ്മുടെ ആവശ്യം. ഒരുപാട് പേരെ കാണാൻ പറ്റി, ഒരുപാട് ആൾക്കാർ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്ന അവസരമാണ് അല്ലേ? പിന്നെ എന്തുകൊണ്ട് നാട്ടിലെ ഇലക്ഷനെ പറ്റി എന്താണ് അഭിപ്രായം? അതിനുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലേ? കോൺഗ്രസ് വരണം. വരട്ടെ, കോൺഗ്രസ് വരട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ഇഫ്താർ? OICCയുടെ ഇഫ്താർ നല്ല ഒരുപാട് ജനം ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. ഇന്ന് തന്നെ KMCCയുടെ ICFൻ്റെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു, കാണാൻ പറ്റി. അതുപോലെ ഒരുപാട് പഴയ ആൾക്കാരെയും കാണാൻ പറ്റി. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് കോഴിക്കോട്ടുള്ള അസീസ് എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോഴേ ഞാൻ OICCയുടെ ആളാണെന്ന് പറയുമ്പോൾ തന്നെ പരിചയപ്പെട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. നല്ല സൂപ്പർ പരിപാടിയായിരുന്നു. ഇപ്പോൾ നാട്ടിൽ ഇലക്ഷൻ വരാൻ പോവാണല്ലേ, പാർലമെന്റ് ഇലക്ഷൻ. ഇപ്പോഴത്തെ ഒരു ഭരണം എങ്ങനെയുണ്ട്? ഇന്ത്യയുടെ ഭരണം എങ്ങനെയാണ്? തൃപ്തിയാണോ? അതിലെ മാറ്റം വരണോ? എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും മാറ്റം വരണമല്ലോ. കോൺഗ്രസിൻ്റെ ഒരു ചെറിയ പരാജയം നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അത് മാറി എല്ലാവരും. അതെനിക്ക് പറയാനുള്ളത്, ഇപ്പം ഇങ്ങനൊരു സാഹചര്യം, ഒരു സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, അതിലുപരി കേരളക്കാരോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിന്, അതായത് കോൺഗ്രസിനെ വിജയിപ്പിക്കുക. കോൺഗ്രസ് വന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ ഭാവിയുള്ളൂ, അത് മനസ്സിലാക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യമായിട്ട് റിയാദി വന്നിട്ട് ഇത്രയും വലിയൊരു പരിപാടി കാണുന്നത്. ഒരുപാട് ആൾക്കാർ, നാട്ടുകാരെ എവിടെയും വെച്ച് കാണാത്ത എല്ലാവരെയും നമ്മളിവിടെ ഇപ്പം കാണാൻ പറ്റി. ഇലക്ഷൻ വർഗീയതയില്ലാത്ത എല്ലാവർക്കും ചെയ്യാം, എഡ്യൂക്കേഷനുള്ള എല്ലാവരും നല്ല ഭരണം വരട്ടെ. അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലയോ? അതായത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലാണ് പ്രശ്നങ്ങൾ. അങ്ങനെ വരുന്ന ഒരു നാട് ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അതിന് മാറ്റം ഉണ്ടാവണം. അതിന് ഇന്റർനാഷണൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ എന്തായാലും കോൺഗ്രസ് വന്നാലേ ഇനി മാറ്റം ഉണ്ടാവും. കാരണം ഇനി കണ്ടിന്യൂസ് ഒരു ഭരണവും കൂടെ വന്നാൽ നാട് നശിച്ചു പോകും. 2047 ഒന്നും നടക്കത്തില്ല. ഓക്കെ, താങ്ക് യു.